നമസ്കാരം, ഞാൻ മധുബാലൻ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അല്ലേ? ഈ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ചില മർമ്മപ്രധാനമായ കാര്യങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം. അതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും പ്രപഞ്ചം അത് നമുക്ക് നേടിത്തരുന്നതിന് ഗൂഢാലോചന നടത്തും എന്നാണ് പൗലോ കൊയ്ലോ പറയുന്നത്. മിക്ക വീഡിയോ ചെയ്യുമ്പോഴും അതിനിടയിൽ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന, അല്ലെങ്കിൽ നേരിൽ കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന കാര്യം, ഒരേ സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ, ആ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ? പക്ഷെ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന മിക്ക വീഡിയോകളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരേ സമയം ഒരാഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള സൂപ്പർ ടെക്നിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള 5 മുതൽ 10 വരെയുള്ള കാര്യങ്ങൾ അത് എഴുതി വെക്കുക. എഴുതി വെക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എഴുത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ എഴുതുക എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം എങ്ങനെ ഈ സാധനം എൻ്റെ കയ്യിൽ വരുന്നോ, അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നോ, ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരു തരത്തിലും അത് നടക്കാനുള്ള സാധ്യത ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അത് എഴുതി വെക്കുക. ഒരു തരത്തിലും നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ടാവില്ല. അത് നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരാനുള്ള ഒരു വഴിയും നമുക്ക് തീർത്തും എതിരായിരിക്കും സാഹചര്യം. എങ്കിലും നമ്മളതിനെ വിടേണ്ട കാര്യമില്ല, നമ്മൾ അതിനെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിലുള്ളതായാലും ശരി, പ്രയാസമുള്ളതായാലും ശരി, മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള കാര്യമായാലും ശരി, മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നതായാലും ശരി, എന്തായാലും ശരി, നിങ്ങൾക്ക് വേണമെന്നുള്ള പ്രിയപ്പെട്ട കാര്യങ്ങൾ അത് എത്ര വേണമെങ്കിലും എഴുതാം. ഒന്നിൽ കൂടുതൽ എത്ര കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ അതൊക്കെ എഴുതി വെക്കാം. അപ്പോൾ ആദ്യത്തെ ദിവസം ഡേ 1 നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, എനിക്കൊരു കാറ് വേണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു കല്യാണം കഴിക്കണം, അങ്ങനെ എഴുതുന്നതിന് പകരം കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ എഴുതുക. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് വണ്ടിയാണ് വാങ്ങിക്കാൻ, ഇപ്പം BMW, ഇന്ന ബ്രാൻഡ്, ഇന്ന സീരീസ്, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ സ്പെസിഫിക്കായി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ കല്യാണം നടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന ആളുമായിട്ടുള്ള എൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ടുള്ള എൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞു, ഇത്ര പണം ആഗ്രഹിക്കുന്നതിൽ ഇത്ര രൂപ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ടുള്ള എൻ്റെ ബന്ധം കുറച്ചുകൂടെ ദൃഢമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്ത് കാര്യമാണോ ആ വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഓൾറെഡി നടന്നു കഴിഞ്ഞ രീതിയിൽ എഴുതി വെക്കുക. അങ്ങനെ എത്ര കാര്യങ്ങൾ, ഇപ്പോൾ 10 വരെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം, 5 മുതൽ 10 വരെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. എത്രയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെല്ലാം എഴുതി വെച്ചതിന് ശേഷം ഡേ 1 എഴുതുമ്പോൾ, ആദ്യത്തേത് എഴുതുമ്പോൾ കുറേ സമയം എടുക്കണം. ആദ്യത്തെ സംഭവം എഴുതുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കാർ വാങ്ങുന്ന കാര്യം, ഏത് കാറാണോ വാങ്ങിക്കുന്നത് അത് മനസ്സിൽ തെളിഞ്ഞു വരും. ആ കാറിനെ കുറിച്ച് തന്നെ നമ്മൾ എഴുതി അത് കിട്ടിക്കഴിഞ്ഞ സന്തോഷത്തോടു കൂടി അടുത്ത ആഗ്രഹത്തിലോട്ട് പോവാം. കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ എവിടെയാണ്, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ കല്യാണം വിഷ്വലൈസ് ചെയ്യുന്നത്. ആരൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, അതിനെ ഫുള്ളായി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കല്യാണ കത്ത് മുതൽ ഫസ്റ്റ് നൈറ്റ് വരെയുള്ള ഹണിമൂൺ വരെയുള്ള സകല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം കല്യാണത്തെക്കുറിച്ച് എഴുതാൻ. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളിങ്ങനെ മനോരാജ്യത്തിൽ മുഴുകിക്കൊണ്ട് കുറച്ച് സമയം ചിലവഴിച്ചിട്ട് വേണം ഈ ആഗ്രഹങ്ങൾ എഴുതാൻ. ഡേ 1 അത് കംപ്ലീറ്റ് ചെയ്തു. ഡേ 2 അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതുന്നത്. ആ കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് വിഷ്വലൈസേഷൻ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ കാര്യങ്ങൾ മാറിപ്പോരുത്. ഇന്നലെ എഴുതിയ അതേ കാര്യം തന്നെ ആയിരിക്കണം ഇന്നും എഴുതുന്നത്. അങ്ങനെ ഡേ 2, ഡേ 3, ഇങ്ങനെ 21 ഡേയ്സ്, ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ആഗ്രഹത്തെ ഒരേ സമയത്ത്, ഉദാഹരണത്തിന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ചെയ്യുന്നു, ഒരു 4-5, പിറ്റേ ദിവസം ഒരു 4-5 പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഒരു ടൈം തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും 21 ഡേയ്സ്
ഒരു തരത്തിലും ബ്രേക്ക് വരാതെ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, അസാധ്യമെന്ന് കരുതുന്ന കാര്യം പോലും വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് ഇതിൽ, വിഷ്വലൈസേഷൻ ഉണ്ട് ഇതിൽ, അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എനർജി എവിടെ ഫോക്കസ് ചെയ്യുന്നു അത് എക്സ്പാൻഡ് ചെയ്യുന്നുള്ള തിയറി ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷനിൽ ഒന്നിലധികം കാര്യങ്ങൾ വളരെ പവർഫുള്ളായി നേടിയെടുക്കാനുള്ള വളരെ സൂപ്പർ പവർഫുൾ ടെക്നിക്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ ചെയ്യാൻ തുടങ്ങുക. അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.